ഇന്നായിരുന്നു ഇന്ത്യ ബംഗ്ലാദേശ് രണ്ടാം ടെസ്റ്റിന് തുടക്കമായത്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് ബംഗ്ലാദേശ് ആയിരുന്നു. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ആദ്യത്തെ ടെസ്റ്റിൽ ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ രണ്ടാം ടെസ്റ്റ് കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര സ്വന്തമാക്കാം. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യക്ക് ബംഗ്ലാദേശ് ഒരു എതിരാളി പോലും അല്ലായിരുന്നു. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ കൂറ്റൻ റൺസിന്റെ വിജയമാണ് സ്വന്തമാക്കിയത്. അങ്ങനെ ഇന്ന് ഇന്ത്യ സെക്കൻഡ് ടെസ്റ്റിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ബംഗ്ലാദേശാണ് ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത്. അവർക്ക് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 26 റൺസിൽ അവരുടെ ഫസ്റ്റ് ഓപ്പണറെ ഇന്ത്യ മുടക്കി. ഡെക്കിലാണ് ഹസൻ പുറത്തായത്. ആകാശ് ദീപാണ് ഇന്ത്യക്ക് ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. പിന്നീടും അവരുടെ വിക്കറ്റ് പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 29 റൺസിൽ രണ്ടാമത്തെ വിക്കറ്റും അവരുടെ പോയി. അടുത്ത വിക്കറ്റും നേടിയത് ആകാശ് ദീപായിരുന്നു. താരം ഇന്ന് മികച്ച ബൗളിംഗ് ആണ് കാഴ്ചവെച്ചത്. ആകാശിന്റെ ബൗളിംഗിൽ ബംഗ്ലാദേശ് പേടിച്ചു ഉറക്കുകയായിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യക്ക് പുതിയൊരു ബൗളറെ കൂടി കിട്ടിയിരിക്കുകയാണ്. ആകാശ് ഇനി ഇന്ത്യൻ ടീമിൽ സ്ഥിര സാന്നിധ്യമാകുമെന്നത് ഉറപ്പാണ്. അത്രയും മികച്ച രീതിയിലാണ് ആകാശ് ബൗൾ ചെയ്യുന്നത്. ആദ്യ 2 വിക്കറ്റ് പോയ ശേഷം ബംഗ്ലാദേശ് നിലയുറപ്പിച്ച് കളിച്ചു. എന്നാൽ പിന്നീട് രോഹിത് ശർമ്മ സ്പിന്നിനെ കൊണ്ടുവന്നു. ഇതോടുകൂടി ബംഗ്ലാദേശിന്റെ അടുത്ത വിക്കറ്റ് പോയി. അശ്വിനായിരുന്നു വിക്കറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 80 റൺസിൽ ബംഗ്ലാദേശിന്റെ 3 വിക്കറ്റ് പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോൾ മഴ പെയ്തു. ശേഷം കളി നടത്താൻ സാധിച്ചില്ല. അങ്ങനെ ഇന്നത്തെ കളി മുടങ്ങിയിരിക്കുകയാണ്. ഒടുവിൽ ഇന്ന് മഴ പെയ്യുമ്പോൾ ബംഗ്ലാദേശ് 107 റൺസിൽ 3 വിക്കറ്റ് എന്ന അവസ്ഥയിലാണ്. പിന്നീട് ഒരു ബൗൾ പോലും എറിയാൻ സാധിച്ചില്ല. നാളെ കൂടുതലും ബംഗ്ലാദേശ് ഓൾ ഔട്ട് ആകുമെന്നത് ഉറപ്പാണ്. രണ്ടാമത്തെ ടെസ്റ്റും ഇന്ത്യ തന്നെ ജയിക്കുമെന്നത് ഉറപ്പാണ്. പരമ്പര എന്തായാലും ഇന്ത്യ കൊണ്ടുപോകും. ഓൾറെഡി ഇന്ത്യ ആദ്യത്തെ ടെസ്റ്റ് ജയിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഈ ടെസ്റ്റ് സമനിലയായാൽ പോലും ഇന്ത്യക്ക് പരമ്പര നേടാൻ സാധിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.